പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2025 PG അഡ്മിഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സ് കോഴ്സുകൾ നൽകുന്ന യൂണിവേഴ്സിറ്റികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ആൻഡ് കേരള യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളിലെ ഈ വർഷത്തെ 2025 PG അഡ്മിഷൻ നടപടികൾ എന്ന് ആരംഭിക്കുമെന്ന് ഉള്ളത് വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ 6th സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മെയ് 13 റിസൾട്ട് വന്നു. ഇനി വിദ്യാർത്ഥികൾ PGക്ക് പോകാൻ താല്പര്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ PG അഡ്മിഷൻ നടപടികൾ എന്ന് ആരംഭിക്കും, എങ്ങനെയാണ് അഡ്മിഷൻ നടപടികളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അഭിത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യൂണിവേഴ്സിറ്റികളിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് ലഭ്യമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ 2025 അഡ്മിഷനെ കുറിച്ച് പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ രണ്ട് തരത്തിലുള്ള അഡ്മിഷൻ ഉണ്ട്. ഒന്ന് എൻട്രൻസ് മുഖേനയുള്ള അഡ്മിഷൻ. എൻട്രൻസ് മുഖേനയുള്ള അഡ്മിഷന് പൊതുവെ നടക്കാറുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്ന കോഴ്സുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ സെന്ററുകളിലെ കോഴ്സുകളിലേക്കും എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ നടക്കാറ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചില എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ, MSW, യോഗ ആൻഡ് തെറാപ്പി പോലുള്ള കോഴ്സുകൾ എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ നടക്കാറുള്ളത്. ഇതിന്റെ അഡ്മിഷൻ നടപടികൾ, എൻട്രൻസ് മുഖേനയുള്ള അഡ്മിഷൻ നടപടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു, കേരളയിൽ വിളിച്ചിട്ടുണ്ട്, MGയിലൊക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് നടക്കും. എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന അഫിലിയേറ്റ് കോളേജിലെ ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഇവിടുത്തെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിക്ക് എങ്ങനെയാണോ അഡ്മിഷൻ നടപടി ആ രീതിയിൽ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ മുഖേന നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി കീഴിൽ നമുക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ നടപടികൾക്കുള്ള അപേക്ഷ ക്ഷണിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം. എന്നിട്ട് നമുക്ക് താല്പര്യമുള്ള കോഴ്സും താല്പര്യമുള്ള കോളേജുകളും ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ ഡിഗ്രിക്ക് 20 ഓപ്ഷനൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റി, എന്നാൽ PG ആകുമ്പോൾ ഓപ്ഷന്റെ എണ്ണം 10ലേക്കൊക്കെ ചുരുങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇതിന് ക്രൈറ്റീരിയ ആയിട്ട് വെക്കാറുള്ളത് ഡിഗ്രി പരീക്ഷയുടെ മാർക്കിന്റെ ബേസ് ആണ്. ഓരോ കോഴ്സിന്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഡിഫറെന്റ് ഉണ്ട്, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി മാർക്കാണ്. ഡിഗ്രി മാർക്കിന്റെ പല ക്രൈറ്റീരിയകൾ നോക്കും. നിങ്ങൾ പഠിച്ച കോറിന്റെ മാർക്ക്, നിങ്ങൾ പഠിച്ച കോംപ്ലിമെന്ററിന്റെ മാർക്ക്, നിങ്ങൾ പഠിച്ച ജനറൽ പേപ്പറിന്റെ മാർക്ക്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നോക്കുക. നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയിലും CGPA ആണ്. CGPA മുഖാന്തരമായിരിക്കും ഇതിന്റെയൊക്കെ അഡ്മിഷൻ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കുക. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒന്നെങ്കിൽ ഈ മാസം അവസാനത്തോ അല്ലെങ്കിൽ ജൂൺ 1 മെയ് ലാസ്റ്റോ ജൂൺ 1 MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണുന്നത് മെയിൽ തന്നെ അപേക്ഷ ക്ഷണിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂൺ 14 13 അപേക്ഷ ക്ഷണിച്ചത്. എന്നാൽ ഈ വർഷം ഒന്നുകൂടി നേരത്തെ അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും യഥാസമയം നമ്മൾ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതാണ്. അതിനാൽ തന്നെ ഒന്നും കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.